Thank you, sir. Thank you very much, Steve. It's my honor to call upon the custodian, visionary, the Chancellor and General Secretary of Jamia Markaz al-Saqafat al-Sunniyah, Ustad Kandabiram A.P. Abubakar Musliar, to deliver the presidential address. Ustad, please. لله رب العالمين والصلاة والسلام على سيدنا محمد وآله وأصحابه أجمعين أما بعد. ആയിരത്തി 1978 മുതൽ മത ഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരുത്തി കഴിഞ്ഞ 37 വർഷത്തിനിടയിൽ 75,000-ഓളം വിദ്യാർത്ഥിനികളെ വിവിധ കോഴ്സുകൾ പഠിപ്പിച്ച് പുറത്തിറക്കിയ സ്ഥാപനമാണ് മർക്കസ്. ഇന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ കാശ്മീർ തൊട്ട് ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും നേരിട്ടും അല്ലാതെയും സ്ഥാപനങ്ങൾ നടത്തുന്ന അതിമഹത്തായ ഈ മർക്കസ് ഇന്ന് ലോ കോളേജ് സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇസ്ലാമിന്റെ തൗഹീദ് സ്ഥിരപ്പെടുത്തുന്ന ഖുർആൻ വാക്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയും, നബി വചനങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയും എല്ലാം ലോ നിയമം ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അറബിയിൽ വസാറത്തുൽ അദിൽ, നീതി അവിടെയും എല്ലാം ലോ നിയമം ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അറബിയിൽ വസാറത്തുൽ അദിൽ, നീതി ന്യായ മിനിസ്ട്രി എന്ന പേരിൽ എല്ലാ അറബ് രാഷ്ട്രങ്ങളിലും പ്രത്യേകം ഒരു മിനിസ്ട്രി തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഡൽഹിയിൽ ലോ പ്രത്യേക വകുപ്പായി മിനിസ്റ്റർ ഉണ്ട്. കേരളത്തിൽ മറ്റ് വകുപ്പുകളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ലോ കാര്യങ്ങൾ നിർവഹിക്കുന്ന മന്ത്രിയും ഉണ്ട്. അങ്ങനെ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ലോകത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാണ്, അതിൽ സംശയം ഇല്ല. ഇന്ത്യ രാജ്യത്ത് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ നമ്മുടെ കയ്യിൽ ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടന
എവിടെയും എടുത്തു പറയപ്പെടാവുന്നതാണ്. യൂറോപ്യൻ കൺട്രികളിലും അറബ് രാഷ്ട്രങ്ങളിലും ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള പത്രക്കാരെയും മറ്റ് മീഡിയ പ്രവർത്തകരെയുമെല്ലാം അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് 100 ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാനുണ്ടാകും. കാശ്മീരിനെ സംബന്ധിച്ചും മറ്റ് പല സ്റ്റേറ്റുകളെ സംബന്ധിച്ചുമൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ സൗഹൃദത്തെ സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്കെടുത്തു പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഖണ്ഡികയിൽ ഇവിടെ പ്രത്യേകമായി ജാതി മതഭേദമന്യേ, ഭാഷദേശ ഭേദമന്യേ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതും ഓരോ വ്യക്തികളുടെയും ആശയം മറ്റൊരാളെ ഇക്കിളിപ്പെടുത്താത്ത വിധത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അവരോട് നേരെ നിന്നുകൊണ്ട് മറുപടി പറയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ നന്നാക്കിയെടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുക, വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് നീതിന്യായ വകുപ്പ് ശക്തിപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു പൊഴുതാലും ഇവിടെ നീതിയും ന്യായവും നിലനിൽക്കട്ടെ എന്ന ആ പഴയ ആപ്തവാക്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. മർക്കസ് അതിന്റെ പ്രയാണം മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി മാത്രം ഇവിടെ പ്രവർത്തിക്കും, യാതൊരു സംശയവും ഇല്ല. അതിന്റെ ലക്ഷണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ച് വാക്കുകൾ നിർത്തുകയാണ്. ഇവിടെ ലോ കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു, അതിന് എല്ലാം ലഭിച്ചു. നല്ല യോഗ്യനായ ഒരു പ്രിൻസിപ്പൽ വേണമെന്ന് ആലോചിച്ച് നമുക്ക് നല്ല ഒരു പ്രിൻസിപ്പാളിനെ കിട്ടി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ ആരെയാണ് ക്ഷണിക്കേണ്ടത്, ആരെയാണ് വരുത്തേണ്ടത്, അത് നിങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഏൽപ്പിച്ചു. അദ്ദേഹം ക്ഷണിച്ചു. ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്, കേരള ഹൈക്കോടതി, അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ഇവിടെ വന്നു. ഞങ്ങളുടെ എങ്ങേയറ്റത്തെ കൃതജ്ഞതയും സ്നേഹവും അദ്ദേഹത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആദരവും പൂച്ചെണ്ടുകളുമെല്ലാം അദ്ദേഹത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ക്ഷണം അഥവാ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ക്ഷണിച്ച ക്ഷണം സ്വീകരിച്ച് ഇതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റ് ചിന്താഗതികളോ ഒന്നുമില്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ, ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളിൽ ഒരു വലിയ ശതമാനം ഗവൺമെന്റ് തരുന്ന വിദ്യാർത്ഥികളല്ലേ ഞങ്ങൾ എടുക്കുന്നത്. ബാക്കിയുള്ള വിദ്യാർത്ഥികളെയും ഞങ്ങൾ സൗജന്യമായി പഠിപ്പിക്കുകയല്ലേ. അതിൽ ആർക്കും കടന്നു വരാം,
ചിലപ്പോഴൊക്കെ കടന്നു വരുന്നത്. അതിനെ കുത്താൻ ശ്രമിക്കുന്നവരും ഉണ്ടാകാം. ഏതായിരുന്നാലും ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ നേരെ മുന്നോട്ട് പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഈ പരിപാടി ഏറ്റെടുത്ത് ഉദ്ഘാടന ചടങ്ങിനെത്തിയ മഹാനവറുകൾക്ക് എന്റെ സ്വന്തം നിലയിലും എന്റെ സ്ഥാപനത്തിന്റെ നിലയിലും ഇവിടെ കൂടിയ ജനങ്ങളുടെ നിലയിലും ഒരിക്കൽ കൂടി കൃതജ്ഞത പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, sir. Your words will lead us in the days to come. Friends, now we are moving to yet another segment of this program. I'd like to call upon Honorable Dr. P.M.A. Salam, the Chief Executive Officer of Marcus Knowledge City, to introduce the project and our chief guest of the day. Sir, please. Assalamu alaikum. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala Sayyidina Muhammadin wa ala alihi wa ashabihi ajma'in. എന്റെ കർത്തവ്യം ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടും ടെക്നിക്കലി ഓറിയന്റഡും സബ്ജക്റ്റ് ഓറിയന്റഡുമായതുകൊണ്ട് സദസ്സിന്റെ അനുവാദത്തോടു കൂടി എൻ്റെ ഈ ചെറുപ്രസംഗം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഞാൻ ഇംഗ്ലീഷിൽ ആക്കുകയാണ്. ക്ഷമിക്കണം, മലയാളത്തിലാക്കിയാൽ അതിന് ഭംഗിയുണ്ടാകില്ല വാക്കുകളുടെ കട്ടികൊണ്ട്. അതുകൊണ്ട് ഞാൻ with your permission I am going to deliver my small speech in English. Honorable Chief Guest, leaders of the Marcus, eminent personalities in the podium and the assembly. Today we are here to witness the auspicious occasion in the history of Marcus' contributions in the field of education, especially to the economically weaker sections of the society. Today, Marcus hosts 25,000 students under one umbrella. Majority of them are orphans and destitutes.